എന്തായാലും ഒരു റീബൂട്ട് ചെയ്യാൻ പോലെ യൂണിവേഴ്സ്, അപ്പോൾ ഒരു കുറച്ച് നല്ല രീതിക്ക് അവർ എൻഡ് ചെയ്തെന്ന് തോന്നുന്നു. സിനിമ കൊള്ളായിരുന്നു, ഇഷ്ടം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. അങ്ങനെയൊന്നുമല്ല, ഞാൻ DC ഫാൻ അല്ല അത്രയ്ക്ക്, പക്ഷേ ചുമ്മാ കൊള്ളാം. അടിപൊളി പടമായിരുന്നു, കുറേ ക്യാമിയസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ നൈസായിരുന്നു. എടുത്തു പറയാൻ കുറേ ക്യാമിയസ് ഉണ്ട്, അത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഫ്ലാഷ് കിട്ടില്ല, തിയേറ്റർ മസ്റ്റ് വാച്ച് ബ്രോ. നല്ല പടമായിരുന്നു, കാസ്റ്റിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്, ക്യാരക്ടർ ബിൽഡിംഗ് ആയാലും സൂപ്പറായിട്ടുണ്ട്. പാർട്ട് ഫുള്ള് ക്യാരക്ടർ ബിൽഡിങ്ങിനായിട്ട് നന്നായിട്ട് ഫ്ലാഷിൻ്റെയും ബാറ്റ്മാൻ്റെയും എല്ലാവരുടെയും നല്ല ക്യാരക്ടേഴ്സൊക്കെ ബിൽഡ് ചെയ്തു. പിന്നെ എൻഡിങ് സീക്വൻസ് ഒക്കെ ഇല്ലായിരുന്നു, സൂപ്പർ ക്യാമിയോസ് ആയിരുന്നു, നമ്മൾ വിചാരിക്കാത്ത ക്യാമിയോസ് ആണ്. പക്ഷെ കൂടുതൽ ഹൈപ്പ് ആവണ്ട, ക്ലൈമാക്സ് കുറച്ച് അണ്ടർവെൽമിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് സൂപ്പർ പടം. അടിപൊളി പടമാണ്. ബാറ്റ്മാനാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനൊരു ബാറ്റ്മാൻ ഫാനാണ്. ബാറ്റ്മാനെയൊക്കെ നല്ല പ്ലേസിങ്, നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഫാൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്ലാഷ് എന്ന ക്യാരക്ടറിനെ അവർ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ആ ഒരു കൺസെപ്റ്റ് വേൾഡ് കൊളൈഡ് എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അടുത്ത യൂണിവേഴ്സ് തുടങ്ങാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നൈസായിരിക്കും. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസും ബാക്കി എല്ലാ കാര്യവും അടിപൊളി തന്നെയാണ് പടത്തിൻ്റെ. ഓവറോൾ അടിപൊളി പടം തന്നെ. DC ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും. നല്ല മൂവി ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് സീരീസാണ് ഞാൻ അത് കണ്ടിട്ടുള്ളതാണ്, അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എന്നാലും മൂവി കൊള്ളായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സിനിമയായിരുന്നു. നിരാശയായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഓക്കെ ആയിട്ടേ തോന്നിയുള്ളൂ. ഓവർ ഹൈപ്പായിരുന്നു. ബെസ്റ്റ് DC മൂവി എന്നൊന്നും പറയാനില്ല. ബട്ട് ഒരു ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ആനിമേറ്റഡ് മൂവിയാണ്, അത് വെച്ച് നോക്കുമ്പോൾ ആ ഫ്ലാഷ് പോയിന്റ് മൂവിയാണ് നല്ലത്. ഇത് കൊള്ളാം, ബട്ട് കുറേ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന സ്റ്റോറി അവർ മേലേക്ക് യൂസ് ചെയ്തില്ല. എനിക്ക് ഡിസപ്പോയിൻ്റ്, ബട്ട് ബാക്കിയുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. വിചാരിച്ച അത്ര വന്നില്ല. ഈവൻ DC AMUവിലെ ആനിമേറ്റഡ് പടമാണ് ഇതിനേക്കാളും ബെറ്റർ. പക്ഷേ കൊള്ളാം. എങ്കിലും സൂപ്പർ വുമണൊക്കെ കൊള്ളായിരുന്നു. സാധാരണ സ്ഥിരം കാണിക്കും പോലെ വലിയ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ മൂവീസിൽ ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഓവർ പുഷ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് നല്ല നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇമോഷണലൊക്കെ കൊള്ളാം. പിന്നെ എസ്രാ മില്ലറിനെ ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ച് അരോചകമായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. ബാറ്റ്മാൻ കൊള്ളാം. മൈക്കിൾ കീറ്റൻ്റെ ബാറ്റ്മാൻ കൊള്ളായിരുന്നു. കീറ്റനെ പരിചയമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. കീറ്റനെ അധികം ഇതില്ലാത്തവർക്ക് വലുതായിട്ട് തോന്നത്തില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ വരാൻ ചാൻസ് കുറവാണ്. സീരീസ് കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല എക്സ്പെക്ടേഷൻ തോന്നും. കാരണം നമ്മൾ സീരീസ് വെച്ച് ടൈം ലൈൻ ചേഞ്ച് ആണതും റിവേഴ്സ് ഫ്ലാഷ് ഉള്ളതൊക്കെ തോന്നുമ്പോൾ നല്ല എക്സ്പെക്ടേഷൻ തോന്നും. പക്ഷേ ഇവിടെ റിവേഴ്സ് ഫ്ലാഷ് ഒന്നും കാണിക്കാത്തതാണ് അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് വെച്ച് സീരീസിൻ്റെ ആദ്യം 3 സീസൺ കാണുമ്പോൾ തന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. നിരാശപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് DCയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എ മൂവി എന്തൂസിയാസ്റ്റിക് നോക്കുവാണെങ്കിൽ ഈ പടം എന്ന് പറഞ്ഞാൽ pretty much ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത് അതാണ്. പിന്നെ ആസ് എ DC ഫാൻ നോക്കുവാണെങ്കിൽ ഐ ആം കൈൻഡ് ഓഫ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം എനിക്കൊരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം അവർ പുട്ട് ഫോർവേഡ് ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നൈസാണ്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത വേ എനിക്കെന്തോ തിരപ്പിച്ചില്ല. കാരണം ഇപ്പം തനതായ ടിപ്പിക്കൽ CBMസിൽ കണ്ടുവരുന്ന സ്റ്റൈല് മൂവി തന്നെയാണിത്. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ആവറേജ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ബാരിയലിൻ്റെ നല്ലൊരു ഇമോഷണൽ സ്റ്റോറിയാണ്. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലാണ്. പിന്നെ CGIയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ സ്റ്റോറി നല്ലതാണ്. പിന്നെ ഓവറോൾ എൻഗേജിങ് ആണ്. പിന്നെ പഴയ കീറ്റണൊക്കെ തിരിച്ചു വരുന്നതുകൊണ്ട് ഭയങ്കര നൊസ്റ്റാൾജിക് ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ DC ഫാൻസിനെല്ലാം ഇഷ്ടപ്പെടും, നോർമൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. CGIയുടെ ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ പടം ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല സ്റ്റോറിയാണ്. സൂപ്പർ ഗേൾ കൊള്ളായിരുന്നു. ഹെൻറി കാവിലിനെ മിസ് ചെയ്തിരുന്നു. എന്നാലും ഓവറോൾ പടം നൈസാണ്, നല്ല ഇമോഷണൽ സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണ് സീരീസ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഇച്ചിരി കൂടി എലാബറേറ്റ് എസ്റ്റാബ്ലിഷ്ഡുമാണ്. എനിക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഓവറോൾ കൊള്ളാം, നല്ലൊരു സ്റ്റോറിയും നല്ലൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, നല്ല പടം.